സുഹൃത്തുക്കളെ, അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങളെപ്പറ്റി നിങ്ങൾ പോലെ അറിയാണ്ട് കുറേ പേര് ഇങ്ങനെ കൂട്ടത്തിൽ കൊണ്ടു നടന്നിട്ട് കുറ്റം പറഞ്ഞ് നടക്കുന്നവരുണ്ടാവും. ഉണ്ടാവേണ്ട അവിടെ പോയാൽ അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പോലും അറിയാത്ത ആൾക്കാർ നമ്മളെ പറ്റി ഓരോന്ന് പറയുന്നത് നമ്മൾ അറിയുന്നുണ്ടാവും. നമ്മൾ അറിയാത്തതും ഉണ്ടാവും. എന്തിനാന്ന് അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. അവർക്ക് എന്ത് സാറ്റിസ്ഫാക്ഷൻ അതിൽ നിന്ന് കിട്ടുന്നതെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ അവർക്ക് അറിയില്ല, നമ്മൾ അവർക്കൊരു ദ്രോഹവും ചെയ്യുന്നില്ല. പക്ഷേ സാറ്റിസ്ഫാക്ഷൻ മറ്റുള്ളവർ പറഞ്ഞ് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നടക്കട്ടെ. സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങൾ നമ്മളെ രോമത്തെ പോലും ഏൽക്കുന്നില്ല. ഏൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഏൽക്കരുത്. അതാണ് വേണ്ടത്. നിങ്ങളിപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് നമ്മൾ എന്തറിയാം? അവർ നമ്മുടെ ആരുമല്ല. സോ അവർ പറയണ പറയട്ടെ. അതുപോലെ തന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നവർ, അവരെ മൈൻഡ് ആക്കണ്ട. എന്തിനാ അവരോർത്ത് കരയുന്ന? ഒരു പണിയില്ല. അങ്ങനെ കരയേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് നമുക്ക് കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ കുരയ്ക്കും പറ്റി എപ്പോഴും കുരച്ചുകൊണ്ടിരിക്കും. അവരിരുന്ന് കുരയ്ക്കട്ടെ എന്ന് വിചാരിക്കണം. നമ്മൾ എന്ത് നമ്മുടെ പണി നോക്കി നമ്മൾ മോണായിട്ട് ജീവിക്കുക. കുരയ്ക്കുന്നവർ കുരച്ചുകൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ പണി നോക്കി നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്ന നമ്മൾ അങ്ങനെ നമ്മുടെ സന്തോഷം നോക്കി നമ്മൾ പോവാം. അല്ലാണ്ട് ഇവിടെ തന്നെ സ്റ്റക്കായിട്ട് നിന്നിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കണം. രണ്ട് കൈയും കൂട്ടിയടിച്ചാലേ സൗണ്ട് കേൾക്കുന്നു. ഒരു കൈ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാൽ അവിടെ കിടന്ന് അടിക്കട്ടെ എന്ന് വിചാരിക്കണം. വേറെ പണിയില്ലേ? ഗെറ്റ് എ ലൈഫ് മാൻ.